എങ്ങനെ നമുക്ക് തന്നെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരള PSCയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇൻ കേസ് നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തു, പക്ഷെ അത് വെരിഫൈ ചെയ്തിട്ടില്ല. PSC ഇത് വെരിഫൈ ചെയ്യുന്നതും അതിനുശേഷമായിരിക്കും PSC ഷോർട്ട് ലിസ്റ്റ് ഇടുകയും ചെയ്യുക. ഹൈ ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള PSCയുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്ക് തന്നെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഈ PSCയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നത് എല്ലാവർക്കും വരുന്നതല്ല. ആക്ച്വലി കേരള PSC എക്സാം എഴുതി കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവർക്കൊരു പ്രിലിമിനറി വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഈ മെസ്സേജസ് വരിക. മെസ്സേജ് എങ്ങനെയാണ് വരിക? നമുക്ക് സാധാരണ നമ്മൾ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. മിക്കവാറും എല്ലാവർക്കും അവരുടെ മൊബൈലിലേക്ക് SMS ആയിട്ടായിരിക്കും വരിക. അതുകൂടാതെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്കും ഇതിന്റെ ഒരു കോപ്പി വന്നിട്ടുണ്ടാവും. അതുകൂടാതെ തന്നെ നമ്മുടെ കേരള PSCയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതിനകത്തും പ്രൊഫൈൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടാവും. സോ ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് സാധാരണ കേരള PSC നമ്മളെ ഇന്റിമേറ്റ് ചെയ്യുന്നത് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റി. നമുക്ക് നോക്കാം. യെസ്, ആദ്യമായി ഇൻ കേസ് എല്ലാവർക്കും ഇതുപോലെ മെസ്സേജ് വരണം എന്നില്ല, എല്ലാവർക്കും മെയിൽ വരണം എന്നില്ല. അപ്പോൾ ജെന്യൂൻ ആയിട്ട് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള PSCയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ, രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണ കേരള PSCയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കുക. നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ഇതുപോലെ സെർച്ച് ചെയ്താൽ മതി. കേരള PSC എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു സൈറ്റ്, അതായത് keralapsc.gov.in ആ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരിക. ഓക്കെ, സോ ഈ വിൻഡോയിൽ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഗൂഗിളിൽ പോയിട്ട് തന്നെ keralapsc.gov.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ തന്നെ കേരള PSC തുളസി കേരള PSC തുളസി എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഡയറക്റ്റ് ഈ ഒരു വിൻഡോയിലായിരിക്കും ഓപ്പൺ ആയി വരിക. സോ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത്, അതായത് നമുക്ക് ഈ യൂസർ ID കൊടുക്കുക, പിന്നെ പാസ്വേഡ് കൊടുക്കുക, കൂടാതെ ആക്സസ് കോഡ് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ PSC പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് PSCയുടെ പ്രൊഫൈൽ മെസ്സേജസ് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഏരിയയിൽ ഉണ്ടാവും. നമ്മുടെ പ്രൊഫൈൽ മെസ്സേജസ് എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 2 മെസ്സേജസ് വന്നിട്ടുണ്ട്. അതാണ് ഈ പ്രൊഫൈൽ മെസ്സേജസ് എന്ന് പറഞ്ഞ് കിടക്കാം. സോ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇത് അറിയാനായിട്ട് കഴിയുക. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പ്രൊഫൈൽ മെസ്സേജ്, അതായത് ഈ ഒരു പ്രൊഫൈൽ മെസ്സേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊഫൈൽ മെസ്സേജസ് കാണാനായിട്ട് കഴിയും. നോക്കിക്കേ, ഇതുപോലെ, അതായത് മെസ്സേജ്, ഡേറ്റ്, പിന്നെ മെസ്സേജിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് കഴിയും. സോ സാധാരണ നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് ആയിരിക്കും വരിക. അപ്ലോഡ് SSLC, ആധാർ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ്, സർവീസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെയാണോ നമ്മുടെ എക്സാം എഴുതിയിട്ട് നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കും ഇതിനകത്ത് മെസ്സേജ് വരിക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇൻ കേസ് നമ്മൾ ഓൾറെഡി ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് നമുക്കൊരു വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതേ ഡോക്യുമെന്റ്സ് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യണമെന്നില്ല. അതേസമയം ചില വാലിഡിറ്റി ഉള്ള ചില സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലേ, അതായത് EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, കൂടാതെ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ആക്ച്വലി സമയപരിധിയുള്ള സർട്ടിഫിക്കറ്റ് ആണ്. സോ അതൊക്കെ നമുക്ക് അതിന്റെ വാലിഡിറ്റി കഴിയുന്ന മുറയ്ക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പം ഈ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതായത് ഈ ഒരു ഹോം പേജിൽ നമ്മൾ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക കേട്ടോ. മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ ഈ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതായത് മൈ പ്രൊഫൈൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതിനകത്ത് ഇതുപോലെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, പ്രൊഫൈൽ കറക്ഷൻ, മൂന്നാമത്തത് കറക്ഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ ഓപ്ഷൻ, അതായത് ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഓപ്പൺ ആയി വരിക ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. ഇതിനകത്ത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് കഴിയും. അതുകൂടാതെ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി നമുക്ക് സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് പോസ്റ്റിനാണ് അതനുസരിച്ചായിരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വരിക അല്ലെ. അതായത് SLC ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടാവും, നമ്മുടെ +2 ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകൾ ഉണ്ടാവും, കൂടാതെ BSc GNM ഒക്കെ പഠിച്ചവർക്ക് അതിൻ്റെതായിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടാവും. സോ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ എക്സാം എഴുതുന്നതും. സോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ക്വാളിഫിക്കേഷൻസും കൊടുക്കുക. സോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് കൊടുക്കാം, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ID പ്രൂഫ്, പിന്നെ ലാൻഡ് ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ നമുക്കിപ്പം ഡോക്യുമെന്റ് അപ്ലോഡ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് പോകേണ്ടത് ഈ ഒരു ഓപ്ഷനിലേക്കാണ്. അതായത് സ്കാൻഡ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിലേക്കാണ്. അതായത് 2 ഓപ്ഷൻസ് ആണ് ഇവിടെ വരിക. ഒന്നാണ് ജനറൽ സർട്ടിഫിക്കറ്റ്സിലാണ് NCLC, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ ഗവൺമെന്റ് സർവീസിൽ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് NOC മേടിക്കേണ്ട ആവശ്യം ഉണ്ടാവും, പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, റെസീപ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഈ ജനറൽ സർട്ടിഫിക്കറ്റിലാണ് വരിക. അതുകൂടാതെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഈ സ്കാൻഡ് ഡോക്യുമെന്റ്സ് കേട്ടോ, ഈ സ്കാൻഡ് ഡോക്യുമെന്റ്സ് എന്ന ഓപ്ഷനിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇത് ഓൾറെഡി നമ്മൾ ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മൾ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരിക. സോ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചോട്ടെ. ഇതാണ് നമ്മുടെ നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അതിലേക്ക് എൻ്റർ ചെയ്യപ്പെടുക. അതായത് 10th ലെവൽ നമ്മുടെ SSLCയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ 12th ലെവൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ, ഇപ്പൊ BSc നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗ്, നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അതുകൂടാതെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മൾ ഒരു പ്രാവശ്യം ഇത് എൻ്റർ ചെയ്ത് ഇതിന്റെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് നമുക്ക് 1 ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇതുവരെയുള്ള പോസ്റ്റിന്റെ നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്ത് അതിന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ഇതുപോലെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുകയും അതിന്റെ 1 ടൈം വെരിഫിക്കേഷൻ കഴിയുകയും ചെയ്യുക. സോ ഈ 1 ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഇതുപോലെ ലോക്ക് ആവും. പിന്നെ നമുക്ക് ആക്ച്വലി ഇതിൽ ഏറെ എഡിറ്റിംഗ് ഒന്നും പോസിബിൾ അല്ല കേട്ടോ. അതായത് ഞാൻ പറയുന്നു, നമ്മൾ ഒരു പ്രാവശ്യം ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് 1 ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതുപോലെ പ്രൊഫൈൽ ലോക്ക്ഡ് ആവുക. പ്രൊഫൈൽ ലോക്ക്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ, അതായത് ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള പ്രൊഫൈൽസ് ലോക്ക്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ വേറെ അഡീഷനും ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കാൻഡ് ഡോക്യുമെന്റ്സ് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. സ്കാൻഡ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇവിടെ വരും നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അത് ഇതുപോലെ ഇവിടെ കാണിക്കും. നെക്സ്റ്റ് ആ വിൻഡോ ഓപ്പൺ ആയിട്ട് ഇതുപോലെ കാണിക്കും. അതായത് ഒന്ന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NCLC അല്ലെങ്കിൽ റെസീപ്റ്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ആക്ച്വലി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാം, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ ജനറൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഒരിക്കൽ അപ്ലോഡ് ചെയ്ത് 1 ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം വരുന്നില്ല. ഈ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് വീണ്ടും ആ കേസിൽ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ നോക്കിക്കേ, ഇവിടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നോക്കിക്കേ, ഇത് ഒരു ടിക്ക് കിടപ്പുണ്ട് അല്ലേ. അതായത് ഇത് കഴിഞ്ഞൊരു പ്രാവശ്യം 1 ടൈം വെരിഫിക്കേഷന് പോയി നമുക്ക് ഇതുപോലെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ പേര് വന്ന് നമ്മൾ വെരിഫിക്കേഷന് പോയി അവിടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ കേസാണ് ഇതുപോലെ ടിക്കായിട്ട് കിടക്കുക. സോ നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും, ഇത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സമയപരിധിയുള്ള സർട്ടിഫിക്കറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം വീണ്ടും നമുക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതായത് നമ്മൾ ആദ്യം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കും ഇതുപോലെ വരിക. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ഇതുപോലെ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആഡ് ന്യൂ സ്കാൻഡ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പം ഈ ഒരു പ്ലസ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ വിൻഡോ ഓപ്പൺ ആയി വരിക ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതിലേക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് എവിടെയാണോ നമ്മുടെ കമ്പ്യൂട്ടറിലോ, സാധാരണ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. മൊബൈലിലൊക്കെ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അപ്പൊ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ എവിടെയാണോ നമ്മുടെ ഇമേജസ്, അതായത് ഇപ്പൊ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് നമ്മൾ സേവ് ചെയ്തിരിക്കുക, അവിടെ നിന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, PSC ഇതിന് കൃത്യമായിട്ടുള്ള നമ്മുടെ ഇമേജിന്റെ സൈസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ സൈസ് പറയുന്നത് 10 KB ആണ്, 10 കിലോബൈറ്റ്സ് ആണ് സൈസ് പറയുക. റെസൊല്യൂഷൻ പറയുക 500x500 ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ് മിക്കവാറും ആ രീതിയിലായിരിക്കില്ല നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആയിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇമേജ് റീസൈസർ എന്ന് നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. ഇമേജ് റീസൈസർ സെർച്ച് ചെയ്യുക. സോ ആ ഇമേജ് റീസൈസറിൽ പോയിട്ട് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈസിലാണോ അത് വേണ്ടത് ആ ഓപ്ഷൻസ് കൂടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സൈസിലേക്ക് അവർ റീസൈസ് ചെയ്ത് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. സോ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ രീതിയിലാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക.
ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ ഡോക്യുമെന്റ്സ് ഓൾറെഡി ഒരിക്കൽ വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞതാണെങ്കിൽ അത് ഇതുപോലെ ലോക്ക്ഡ് സിമ്പിൾ ആയിരിക്കും കാണിക്കുക. ഇൻ കേസ് നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തു, പക്ഷെ അത് വെരിഫൈ ചെയ്തിട്ടില്ല, അതായത് നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു, പക്ഷെ നമ്മുടെ വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലായിരിക്കും നമ്മുടെ പ്രൊഫൈൽ കാണിക്കുക. അതായത് ഇപ്പം ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എന്ന ക്വാളിഫിക്കേഷൻ ആണ്. സോ ഇതിനകത്ത് ഇതുപോലെ ലോക്ക്ഡ് സിമ്പിൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വെരിഫിക്കേഷന് മുന്നേ ആണെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഇൻ കേസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം, അല്ല എന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലോക്ക്ഡ് ആകുന്നതായിരിക്കും. ഇത് കൂടാതെ തന്നെ നമ്മൾ ഇതുപോലെ നമ്മളെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അത് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ PSC ചെയ്യുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യും. നമ്മൾ എലിജിബിൾ ആണ് എങ്കിൽ നമ്മുടെ പേര്, അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ റോൾ നമ്പർ ഉണ്ടാകും. PSC നമ്മളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് വിളിക്കും. അത് എപ്പോഴും ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് വരിക. അതായത് ഇപ്പം സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് നമ്മുടെ വേക്കൻസി വിളിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ കേരള PSC ട്രിവാൻഡ്രം ഓഫീസിൽ തന്നെ മിക്കവാറും വരേണ്ടി വരും. അതല്ല ഡിസ്ട്രിക്ട് വൈസ് ആണ് വിളിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് എവിടെയാണോ, ഏത് ഡിസ്ട്രിക്റ്റിലാണോ വിളിച്ചേക്കുന്നത് അവിടുത്തെ PSC ഓഫീസിൽ പോവുക. അതിനുശേഷം നമ്മൾ ഡോക്യുമെന്റ്സ് പേഴ്സണലി ബൈ പേഴ്സൺ തന്നെ അത് വെരിഫൈ ചെയ്ത് മേടിക്കുക. അതിനുശേഷം വൺസ് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമ്മുടെ പ്രൊഫൈലിൽ വീണ്ടും കാണിക്കുക. അതായത് പ്രൂഫ് ഓഫ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ടിക്കറ്റ്, അതായത് ഇത് വെരിഫൈ ചെയ്ത് ഇങ്ങനെ ആണ് നമ്മുടെ പ്രൊഫൈലിൽ കാണിക്കുന്നത് എങ്കിൽ അത് ഓൾറെഡി വെരിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അപ്പം ആക്ച്വലി ഈ രീതിയിലാണ് നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. സോ അതിനൊരു പ്രത്യേകിച്ചൊരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഡേറ്റിന് മുന്നേ തന്നെ നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നമ്മൾ കമ്പ്യൂട്ടറിൽ അത്ര എഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ നന്നായിട്ട് അറിയുന്ന ആരെങ്കിലും സഹായം തേടുക. അല്ല എങ്കിൽ അക്ഷയ സെന്റർ വഴിയും ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ ആരെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാലും അതെല്ലാം അക്ഷയ സെന്റർ വഴിയാണ് ചെയ്യുന്നത് എങ്കിലും ചെയ്തതിന് ശേഷം, അതായത് ഡോക്യുമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ പ്രൊഫൈൽ ഒന്ന് കയറി ചെക്ക് ചെയ്തേക്കുക. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്കായിരിക്കും PSC ഇത് വെരിഫൈ ചെയ്യുന്നതും അതിനുശേഷമായിരിക്കും PSC ഷോർട്ട് ലിസ്റ്റ് ഇടുകയും ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ദ ഡോക്യുമെന്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് പ്രൊഫൈൽ മെസ്സേജ്, അതായത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളവർ ഈ രീതിയിലാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ ഈ രീതിയിൽ എല്ലാവരും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക.